ഇതിൽ കുറേ കാര്യങ്ങൾ ക്ലിയർ ആവാതെ കിടക്കുന്നുണ്ട്. അത് ഓരോന്നായി ക്ലിയർ ആക്കണം. യെസ്, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ക്ലിയർ ചെയ്യേണ്ടത് എന്തിനാണ് ഈ അലയുടെ പപ്പയെ ജെ.കെ കൊന്നതെന്ന്. ഐ തിങ്ക് റോസ് പറഞ്ഞത് പ്രകാരം എന്തിനു വേണ്ടി എന്ന റീസൺ അലയുടെ മമ്മിക്ക് പോലും അറിയത്തില്ല. അലയുടെ മമ്മി എൽസ അന്ന് പറഞ്ഞ പോയിൻ്റ് താൻ നോട്ട് ചെയ്തിരുന്നോ? അൻവറിൻ്റെ സിസ്റ്ററാണ് ഈ നാദിയ മെഹറിൻ, അതായത് ഈ ജെ.കെയുടെ ഭാര്യയും മേധയുടെ ഉമ്മയും. നാദിയ അൻവറിൻ്റെ മരണത്തിനോടനുബന്ധിച്ചല്ല അവിടെ എത്തിയത്. നാദിയ ജെ.കെയുടെ വീട്ടിൽ കയറിയത് അഥർവെന്ന അപ്പുവിന് വേണ്ടിയായിരുന്നു. എന്തിനാണ് ഈ അപ്പുവിനെ തേടി നാദിയ എത്താൻ കാരണം? ഐ തിങ്ക് ഇതിൻ്റെ എല്ലാം മറുപടി ഒളിഞ്ഞിരിക്കുന്നത് ഈ അൻവർ കേസിലാണ്. ഈ അൻവർ കേസിലേക്ക് എത്തിയാൽ ജെ.കെയെക്കുറിച്ച് നമുക്ക് അറിയാൻ സാധിക്കും. ശരിയാ, ഇതൊരു കൊലപാതകമായതുകൊണ്ട് തന്നെ പോലീസ് റെക്കോർഡ്സിൽ ഉണ്ടാകും. സോ ആ ഫയലൊന്ന് പൊടിച്ചു നോക്കാം. വാ, സമയം കളയണ്ട. സോറി സാർ, സാറിനെ ഇപ്പോൾ കാണാൻ പറ്റത്തില്ല. സാർ ഇപ്പോൾ ഒരു അർജന്റ് മീറ്റിങ്ങിലാണ്. ഹൂ കേസ്, എനിക്ക് AP കാണണമെങ്കിൽ ഞാൻ കാണും. മാറി നിൽക്കടാ. AP. ഓ ജെ.കെ, താൻ വന്നോ? ഞാൻ കാത്തിരിക്കുകയായിരുന്നു. AP, നീയായിരുന്നോ? യാ, ഇറ്റ്സ് മീ. ആശ്രയ പറഞ്ഞു. ഞാനാണെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല അല്ലേ? ഉപ്സ്, എങ്ങനെ വിചാരിക്കാനാണ്? നിന്റെ അപ്പൻ എന്നെ കൊന്നതല്ലേ? ഇല്ലടാ, ഞാൻ ചത്തിട്ടില്ല. നിന്റെ അപ്പനെന്നല്ല, നീ വിചാരിച്ചാൽ പോലും എന്നെ കൊല്ലാൻ പറ്റില്ല. ഞാൻ തിരിച്ചു വന്നിരിക്കാടാ, എല്ലാത്തിനും അവസാനം കുറിക്കാൻ. എൻ്റെ ആദ്യ കടമ്പ കഴിഞ്ഞു. സിൻസ് 2004 നിന്റെ അപ്പം മരിച്ചത് ദോ എൻ്റെ ഈ കൈ കൊണ്ടാണ്. ഇനി എനിക്ക് വേണ്ടത് നിന്റെ ജീവനാണ്. നിന്നെ അന്നേ കൊല്ലേണ്ടതായിരുന്നു. നീ ജീവനോടെ ഇരിക്കും തോറും എനിക്ക് വേണ്ടപ്പെട്ടവരെ നീ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എങ്ങനെ സാധിച്ചടാ 4 കൊല്ലം ഒരുമിച്ച് കളിച്ച് ചിരിച്ച് കൂടെ നടന്ന എൻ്റെ അൻവറിനെ കൊല്ലാൻ? ആ അവിയോഗം മറന്നു തീരും മുന്നേ എൻ്റെ പെങ്ങളെ നീ നിന്റെ വലയിലാക്കി അവൾക്കൊരു കുഞ്ഞിനെ സമ്മാനിച്ചു. അവസാനം എൻ്റെ കുഞ്ഞു പെങ്ങളും. എന്താടാ, എൻ്റെ പെങ്ങൾ മരിച്ചതിൽ നിനക്ക് വിഷമാണോ? എന്തിനാടാ നീ വിഷമിക്കണേ? നിനക്ക് അതിനുള്ള യോഗ്യതയില്ല. സ്നേഹിച്ച പെണ്ണ് കൂടെ നിന്ന് പോകുമ്പോഴുള്ള വിഷമം നിനക്കറിയാമായിരുന്നേല് നീ എൻ്റെ പ്രാണനെ എന്നിൽ നിന്നും അകറ്റില്ലായിരുന്നു. എന്തിനാടാ, എന്തിനാ അവളെ സ്വന്തം പെങ്ങളുടെ കരച്ചിൽ കണ്ടു നിൽക്കാൻ എങ്ങനെ സാധിച്ചടാ നിനക്ക്? കൊന്നു കളഞ്ഞില്ലേടാ അവളെയും അവളുടെ ആ ചിരിയും. നിനക്ക് നിന്റെ അപ്പനെ ഒന്ന് തടഞ്ഞിരുന്നാൽ ഇന്ന് എൻ്റെ കൂടെ ഉണ്ടാവുമായിരുന്നു അവൾ. നിന്റെ ജാനിക്കുട്ടി നിന്നെ ഏട്ടാന്ന് വിളിച്ച് നിന്റെ കൂടെ നിൽക്കുമായിരുന്നു. മതി, സ്റ്റോപ്പ്. ജാനിക്കുട്ടി, എനിക്ക് ക്ലാസ്സിൽ പോണ്ടേ? എനിക്ക് 5 മിനിറ്റ് കൂടെ മതി. എനിക്ക് ടൈമായി. നീ എണീറ്റില്ലേ ഞാൻ പപ്പിയോട് പറഞ്ഞു കൊടുക്കും. അയ്യോ വേണ്ടായേ, ഞാൻ ദോ എണീറ്റു. 보고 싶었어요.
ഗുഡ് മോർണിംഗ് ഏട്ടാ. വേഗം പോയി പല്ല് തേച്ച് റെഡിയായി എൻ്റെ കൂടെ വന്നാൽ ഞാൻ കൊണ്ടുപോകും. വേഗം വേഗം. അതൊരു 10 മിനിറ്റ്. ഇന്ന് ആരുടെയും കൂടെ അടി ഉണ്ടാക്കാൻ പോകരുത് കേട്ടല്ലോ. അടി ഉണ്ടാക്കിയ പിന്നെ എന്നോട് വന്ന് മിണ്ടണ്ട. ഓ ഇല്ലായേ. ഓക്കെ, ബൈ. ജാനകി, ആ എടി, നമ്മുടെ കോളേജ് ഡേക്ക് നിന്റെ സോങ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ വരാൻ പറഞ്ഞു. മ്യൂസിക് പ്ലേ ചെയ്യണ സീനിയർ ആണെന്ന്. സോ നിന്റെ സോങ്ങും മ്യൂസിക്കും വെച്ച് ഒരു റിഹേഴ്സൽ നോക്കാനാണെന്ന്. ആണോ? ഏത് സീനിയറാണ്? എടി, നിന്റെ മറ്റേ ക്രഷ് ഇല്ലേ, അങ്ങേരാ മ്യൂസിക് പ്ലേ ചെയ്യണത്. അയ്യോ, അത് വേണോ? ഒന്നാമതേ പുള്ളിക്കാരനെ കണ്ട എൻ്റെ കണ്ണടങ്ങി നിൽക്കൂല. ഞാനെങ്ങാനും വാ പൊളിച്ച് നിന്ന കോഴിയാണെന്ന് വിചാരിക്കില്ലേ? ഓ പിന്നെ, അല്ലേലും വിചാരിക്കും. നീ ഇങ്ങ് വന്നേ. ഞാനോ രാവോ ഇരുളു നീന്തി വന്നു, ആരും കാണാതകലെ കാത്തു നിന്നു. ഒരു കാറ്റായി മഴയായി കിളിവാതിലിൽ വന്നു ചാരേ നിന്നെ കൺപാർക്കുവാൻ. ഞാനോ രാവോ ഇരുളു നീന്തി വന്നു. താൻ ഏത് സോങ്ങാ പാടുന്നേ? അത് വരമഞ്ഞളാടിയ. ഓക്കെ, ലെറ്റ്സ് ട്രൈ. കിളി വന്നു കൊഞ്ചിയ ജാലകവാതിൽ കളിയായി ചാരിയതാരേ, മൂടിയിഴ കോതിയ കാറ്റിൻ മൊഴിയിൽ മധുവായി മാറിയതാരേ, അവളുടെ മിഴിയിൽ കരിമഷിയാലെ കനവുകളെഴുതിയതാരേ, നിനവുകളെഴുതിയതാരേ, അവളെ തരളിതയാക്കിയതാരേ. വരമഞ്ഞളാടിയ രാവിന്റെ മാറിൽ ഒരു മഞ്ഞു തുള്ളിയുറങ്ങി. നിമിനേരമെന്തിനോ തേങ്ങി നിലാവിൻ വിരഹമെന്നാലും മയങ്ങി. ജാനകി, തനിക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? അത് ഞാനെന്ത് പറയാനാ? റിഹേഴ്സൽ തുടങ്ങിയ അന്ന് മുതൽ ഇപ്പോൾ ദോ ഈ നിമിഷം വരെ മറ്റുള്ളവരിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടാണ് എന്നോട് സംസാരിക്കുന്നതും എന്നെ നോക്കുന്നതും. അതിൽ നിന്നൊക്കെ ഞാൻ എന്ത് മനസ്സിലാക്കണം? എന്നോട് മുടിഞ്ഞ പ്രേമമാണെന്നല്ലേ? ഏ
എടാ, എന്തിനാണ് ഇവനെ തല്ലുന്നേ? ഇവനെ തല്ലിയപ്പോ നിനക്ക് പൊള്ളിയല്ലേ? ഈ മറ്റവനെ ഞങ്ങളുടെ ഓഡിയോ ഇഷ്ടപ്പെട്ടില്ല പോലും, അതുകൊണ്ട് ഇത് പ്രോഗ്രാമിനെ കയറ്റാൻ പറ്റൂലെന്ന്. അതെന്താടാ, ഞങ്ങൾ ഇവിടെ ഉള്ളതല്ലേ? ഇവനങ്ങനെ പറഞ്ഞിട്ടുണ്ടേ അതിനെന്തെങ്കിലും കാരണമുണ്ടാകും. നിന്റെയൊക്കെ സ്വഭാവം നല്ലതാണല്ലോ. പിന്നെ ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി. ജെ കെയും ആസിയും തമ്മിൽ നല്ലതല്ലേലും ചെറിയ രീതിക്ക് നല്ല ശത്രുക്കളായിരുന്നു. ഈ ദിവസങ്ങളിൽ നല്ല വാക്പോരും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു ദിവസം എന്ത് വെപ്രാളാണിത്? ഇതോ വിയർത്തു കുളിച്ചല്ലോ. എന്തിനാടോ ഇങ്ങനെ പരങ്ങുന്നത്? ഉള്ളിലുള്ളതൊക്കെ തുറന്നു പറഞ്ഞാൽ ഇതൊക്കെ മാറൂലേ? ഞാൻ അന്ന് പറഞ്ഞത് തന്നെയല്ലേ ഇതിൻ്റെ അർത്ഥം? ആണെങ്കിൽ ആണെന്ന് പറ. അത് അതെനിക്കിഷ്ടമാണ്. ഇത് പറയാനാണ് ഇത്രയധികം വെപ്രാളം കാട്ടിയത്. ഇനി എൻ്റെ റിപ്ലൈയാണ് തനിക്ക് അറിയേണ്ടതല്ലേ? തരാം. ഇന്നത്തെ ലഞ്ച് ബ്രേക്കിന് ആ വാഗമരച്ചോട്ടിൽ താൻ ഉണ്ടാവണം. അവിടെ നിന്ന് കിട്ടും ഇതിൻ്റെ റിപ്ലൈ. टूटा साता साता तारा जब गिरा, जरा साता साता मांगू दिल तेरा, तब भी साता साता माने ना, दिल ये सर फिरा. ഒപ്പനയ്ക്കു നീ കൂടുവാൻ മയിലാഞ്ചി മഞ്ചൊന്നു കാണുവാൻ, ഒപ്പനയ്ക്കു നീ കൂടുവാൻ മയിലാഞ്ചി മഞ്ചൊന്നു കാണുവാൻ, എന്തുമാത്രമെന്നാഗ്രഹങ്ങളെ മൂടിവെച്ചുവെന്നോ എന്റെ കൽവിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ. അട്ടമിട്ടു ഞാൻ കാത്തുവെച്ചൊരെൻ മുല്ലമൊട്ടിലൂറും അത്തറൊന്നു വേണ്ടേ, അത്തറൊന്നു വേണ്ടേ എന്റെ കൂട്ടുകാരാ, സുൽത്താന്റെ ചേലുകാരാ. തൊട്ടുമീട്ടുവാനുള്ള തന്ത്രികൾ, തൊട്ടുമീട്ടുവാനുള്ള തന്ത്രികൾ പൊട്ടുമെന്ന പോലെ തൊട്ടടുത്തു നീ നിന്നുവെങ്കിലും കൈതൊടാഞ്ഞതെന്തേ? ലാളനങ്ങളിൽ മൂളുവാൻ കൈത്താളമിട്ടൊന്നു പാടുവാൻ, ലാളനങ്ങളിൽ മൂളുവാൻ കൈത്താളമിട്ടൊന്നു പാടുവാൻ, എത്ര വട്ടമെൻ കാൽച്ചിലങ്കകൾ മെല്ലെ കൊഞ്ചിയെന്നോ എന്റെ കൽവിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ. അട്ടമിട്ടു ഞാൻ കാത്തുവെച്ചൊരെൻ മുല്ലമൊട്ടിലൂറും അത്തറൊന്നു വേണ്ടേ, അത്തറൊന്നു വേണ്ടേ എന്റെ കൂട്ടുകാരാ, സുൽത്താന്റെ ചേലുകാരാ. താനിത് എനിക്ക് വേണ്ടി എഴുതി വെച്ചതല്ലേ? ഇത് ഞാൻ വായിക്കണമെന്നും താൻ ആഗ്രഹിച്ചില്ലേ? ഇപ്പോ അത് നടന്നില്ലേ? എടോ,
പിന്നീടങ്ങോട്ട് അവരുടെ നാളുകളായിരുന്നു. കളിച്ചും ചിരിച്ചും അവരുടെ പ്രണയത്തെ അവർ മനോഹരമാക്കി. ഇവരുടെ പ്രണയം കോളേജ് ഫുൾ പാട്ടായി. ഇത് ജെകെയുടെ ചെവിയിലും എത്തി. നിർത്തിക്കോ എന്റെ പെങ്ങളുടെ കൂടെയുള്ള ഈ നടപ്പ്. ഒന്ന് പോടാ ട്ടോ. അങ്ങനെ ഒരു ദിവസം ജാനിയുടെ ക്ലാസ്സിൽ നിന്നും ട്രിപ്പ് പോകുന്നു. ആരും അറിയാതെ അവരുടെ ട്രിപ്പ് പ്ലേസിൽ നിന്നും ജാനിയെ ആസി അടിച്ചു മാറ്റുന്നു. ദിവസങ്ങളങ്ങനെ കടന്നുപോയി. ട്രിപ്പ് തീരുന്ന അന്ന് ആസിയും ജാനിയും റൂം വെക്കേറ്റ് ചെയ്ത് പോകുന്നത് അപ്രതീക്ഷിതമായി ജാനിയുടെയും ജെകെയുടെയും അച്ഛനായ കൈലാസ് കാണുന്നു. ആ സമയം ഒന്നും പറയാതെ തന്നെ അവരെ വിട്ടു. ഇത് അവർ ശ്രദ്ധിച്ചതുമില്ല. അങ്ങനെ അവർ വീട്ടിലെത്തുന്നു. ആ ടൈമിൽ മുംബൈ നഗരം വിറപ്പിച്ചിരുന്ന ഡോണായിരുന്നു കൈലാഷ് ജഗൻ എന്ന KJ. മകളുടെ കൂടെയുണ്ടായിരുന്ന ആളുടെ ഡീറ്റെയിൽസ് അന്വേഷിച്ചയാൾ കണ്ടുപിടിച്ചു. അതിൽ നിന്നും പയ്യൻ മുസ്ലിമാണെന്നറിഞ്ഞു. അതും ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും പണിയെടുത്താൽ മതിയാവില്ലെന്ന അവസ്ഥയിലുള്ളവനും. ഇതയാൾക്ക് പിടിച്ചില്ല. അതുകൊണ്ട് തന്നെ ആസിയെ കാണാൻ KJ എത്തി. എൻ്റെ മകളുടെ പുറകെയുള്ള ഈ നടത്തം അങ്ങ് സ്റ്റോപ്പാക്കിയരെ. പകരം നീ ചോദിക്കുന്നതെന്തും ഞാൻ തരും. എത്ര പണം വേണം പറ. പണത്തിനോ മറ്റൊന്നിനോ വേണ്ടിയല്ല ഞാൻ അവളെ സ്നേഹിച്ചത്. അതൊന്നും എനിക്ക് വേണ്ട. എനിക്ക് അവളെ മാത്രം മതി. അവളെ ഒഴിച്ച് വേറെ എന്തും നിനക്ക് ചോദിക്കാം. അവളെ മാത്രം തരത്തില്ല. വേറൊന്നും എനിക്ക് ചോദിക്കാനില്ല. എനിക്ക് അവളെ മാത്രം മതി. നിങ്ങൾ തന്നില്ലെങ്കിൽ എനിക്കെടുക്കാൻ അറിയാം. മോനെ, കൂടുതൽ വെല്ലുവിളി നടത്തി പണി മേടിക്കണ്ട. അവസാനം നിനക്കൊരു പെങ്ങളില്ലേ? ആ, അവൾ ഒറ്റയ്ക്കാകും. ചുമ്മാ ഡയലോഗ് അടിക്കാൻ നിൽക്കണ്ട. ഇതൊന്നും കേട്ടാൽ ഞാൻ പേടിക്കില്ല. ആസ് യുവർ വിഷ്. നിന്റെ ജീവന് വേണ്ടി മുട്ടിപ്പായിരുന്നു പ്രാർത്ഥിച്ചോ. പിറ്റേന്ന് മുതൽ ജാനിയെ കോളേജിൽ വിടാതെ അവളെ ആ റൂമിൽ തന്നെ ഇട്ടു. അവളെ കാത്ത് അവനും ആ കോളേജിൽ തന്നെ നിൽപ്പായി. നടപടിയാവില്ലെന്ന് കണ്ടതും ഒരു രാത്രി ജാനിയുടെ വീടിൻ്റെ മതിൽ അവൻ ചാടി റൂമിലെത്തി. എന്നാൽ ഇത് കൈയോടെ ജെകെ പൊക്കി. ജെകെയും ആസിയും നല്ല വഴക്കായി. അച്ഛനും ഇത് കാണുന്നുണ്ടായി. അച്ഛൻ്റെ ആളുകൾ ആസിയെ പിടിച്ചുകൊണ്ടുപോയി അവനെ ഒരു ബേസ്മെൻറ്റിലടച്ച് പൊതിരി തള്ളിച്ചതച്ചു. അവസാനം അവൻ അനക്കമില്ലാതായി. ഇത് കണ്ട് അവൻ മരിച്ചെന്ന് വിചാരിച്ച് അവർ അവനെ ഒരു വലിയ മാലിന്യ കൂമ്പാരത്തിൽ കൊണ്ടിട്ടു. അവൻ മരിച്ചെന്ന വാർത്ത ജെകെ ജാനിയോടായി അവതരിപ്പിച്ചു. ആ വാർത്ത കേട്ട മനോവിഷമത്തിൽ അവൾ സൂയിസൈഡിന് ശ്രമിച്ചു. എന്നാൽ എന്തോ ഭാഗ്യം കൊണ്ട് അവൾ രക്ഷപ്പെട്ടു. എന്നാൽ ഹോസ്പിറ്റലിലെത്തിയപ്പോഴാണ് അവൾ ഒറ്റയ്ക്കല്ല, ഒരു കുഞ്ഞു ജീവൻ കൂടെ വളരുന്നുണ്ടെന്ന് അറിഞ്ഞത്. ഈ വാർത്ത അച്ഛനെ അറിയിക്കാൻ ജെകെ താല്പര്യം കാണിച്ചില്ല. അച്ഛൻ പോലും അറിയാതെ ജെകെ അവളെ സംരക്ഷിച്ചു. കുറച്ചു മാസങ്ങൾക്ക് ശേഷം അവൾ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി. കുഞ്ഞിന് എന്താ പേരിടേണ്ടത്? അത് ആസിക്ക് പറഞ്ഞിട്ടുണ്ട്. നമുക്കൊരു കുഞ്ഞുണ്ടാകുമ്പോൾ ഇടാൻ പറ്റിയ പേര് ഇക്കയുടെ പെങ്ങൾ നാദിയ കണ്ടുവച്ചിട്ടുണ്ടെന്ന്. ആ പേരിടാം. ഏതാ പേര്? വളരുമ്പോൾ ഇവൻ നല്ലൊരു ബുദ്ധിശാലിയും അറിവുമുള്ളവനായി തീരണം. ഒരു പുതിയ തുടക്കത്തിന് കാരണമാകുന്നവൻ. അദർ ജാനകി പർവീൻ.
ഈ പേരിലാവണം ഇവൻ അറിയേണ്ടത്. ജാനി, ഇളിയേട്ടാ, എൻ്റെ കുഞ്ഞിനെ പേര് ചൊല്ലി വിളിക്കേണ്ടത് ഏട്ടനാണ്. അധർ, അധർ, അധർ ജാനകി പറവി, അപ്പു എന്ന അധർ.